ബി.ജെ.പി. നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നത് സ്ഥിരീകരിച്ച് ദേവികുളം മുൻ എം.എൽ.എ. എസ്. രാജേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും രാജേന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം തനിക്കെതിരെയുള്ള നടപടിക്ക് പിന്നിൽ CPM പ്രാദേശിക നേതൃത്വമാണെന്നും നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും രാജേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായതിനെ തുടർന്ന് CPM നടപടിയെടുത്ത് പുറത്താക്കിയ രാജേന്ദ്രൻ BJP നേതാക്കളുമായി ചർച്ച നടത്തി. തമിഴ്നാട്ടിൽ നിന്നുള്ള BJP നേതാവ് നേരിൽ കണ്ടു. കൂടാതെ എസ്. രാജേന്ദ്രൻ നേരിട്ട് ഡൽഹിയിലെത്തി BJP നേതാക്കളുമായി 2 തവണ ചർച്ച നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ BJP നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കം രാജേന്ദ്രൻ സ്ഥിരീകരിക്കുമ്പോഴും നിലവിൽ BJPയിലേക്ക് പോകുന്നു എന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് രാജേന്ദ്രന്റെ പ്രതികരണം. വന്ന നേതാവ് BJPയുടെ ഏതോ ഒരു വിഭാഗത്തിന്റെ ദേശീയ എക്സിക്യൂട്ടീവാണ്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണ് പാർട്ടിയുടെ നേതാവാണ് എന്ന് ഞാൻ മനസ്സിലായത്. അപ്പം അദ്ദേഹം പറഞ്ഞിങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും പറഞ്ഞിരുന്നു കണ്ടുപോകാൻ വന്നാണ്, പാർട്ടിയിലേക്ക് വരണം BJPയിലേക്ക് എന്ന് പറഞ്ഞ് അവർ ഒരു 2-3 മാസമായി പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ പാർട്ടിയിലാണ് നിൽക്കുന്നത്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, മെമ്പർഷിപ്പില്ല, മാത്രമല്ല ഒരു തോട്ടം തൊഴിലാളികൾ ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ആ നിലയിലേക്കുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ട്, പാർട്ടിയുടെ പ്രശ്നങ്ങളായി നിൽക്കുകയാണ്. ഇപ്പോൾ പാർട്ടിയിലേക്ക് വരാനോ എന്തെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം നിലവിലില്ല എന്നാണ് അവരോട് പറഞ്ഞത്. അത്രയും വന്നപ്പോൾ ഒരു യാദൃശ്യമായ ഒരു സംസാര വിഷയം നടന്നു എന്നുള്ളതല്ലാതെ ഞാൻ വരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല. വരണമെന്ന് അവർ അങ്ങനെ പറയാൻ പറ്റത്തില്ല, അവർക്ക് നിർബന്ധിക്കാനും പറ്റത്തില്ല. എനിക്ക് ഒരു പ്രതീക്ഷ വാക്കുകൾ പോലും ആ സമയത്ത് ഞങ്ങൾ കൊടുത്തിട്ടില്ല. ചർച്ചയാണ് എന്ന് പറയത്തക്ക നിലയിലേക്കൊന്നും പറഞ്ഞിട്ടില്ല. വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. അതേസമയം CPMൽ നിന്ന് ആരും BJPയിൽ പോകില്ലെന്നും പാർട്ടി നടപടിയെടുത്തവർ ഒരുപക്ഷെ പോയേക്കുമെന്നുമാണ് EP ജയരാജന്റെ പ്രതികരണം. എസ്. രാജേന്ദ്രന് പാർട്ടിയിൽ തുടരാൻ കഴിയില്ലെന്നും വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നതാണ് നല്ലതെന്നും മുമ്പ് M. മണി പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. രാജേന്ദ്രന്റെ സഹോദരൻ തമിഴ്നാട്ടിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇയാൾ മുഖേനയാണ് തമിഴ്നാട്ടിലെ BJP നേതാവ് രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ നിലവിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് രാജേന്ദ്രൻ പറഞ്ഞു വെക്കുമ്പോഴും രാജേന്ദ്രന്റെ BJPയിലേക്കുള്ള രാഷ്ട്രീയ ചുവടുമാറ്റം പൂർണ്ണമായും തള്ളിക്കളയുവാൻ കഴിയില്ല.